ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. റൈറ്റ് സൈഡിലുള്ള വ്യൂ കാണാൻ നല്ല രസമാണ്. കൂടുതലും കൈത കൃഷിയാണ് കൂടുതലുള്ളത്. നമസ്കാരം സുഹൃത്തുക്കളെ, അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എൻ്റെ കൂടെ വിഷ്ണുണ്ട്. ഞങ്ങൾ രണ്ടുപേരോടാണ് ഇന്ന് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെയുള്ള രണ്ടാമത്തെ യാത്രയാണിത്. അപ്പം അതുപോലെ ഞാൻ കുറച്ചൊന്ന് ലേറ്റായി. അപ്പോൾ വിഷ്ണു നോക്കിക്കായിരുന്നു. ഓക്കെ, ഇനിയിപ്പം തിരിച്ചിട്ടുണ്ട്. എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. ഇത് ഞങ്ങളുടെ ഗ്രാമമാണ് ആറന്മുള. മഹാഭാരതത്തിൻ്റെ പൊടിപടലങ്ങൾ ഇന്നും കാറ്റിൽ പറക്കുന്ന ഒരു ഗ്രാമം. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം അർജുനന്റെ മനസ്സ് സമാധാനം തേടി അലഞ്ഞു. അർജുന സാരഥിയായ ശ്രീകൃഷ്ണനെ പാർത്ഥസാരഥി രൂപത്തിൽ പ്രതിഷ്ഠിച്ചു എന്ന വിശ്വാസം. ആ വിശ്വാസം ഇന്നും ദീപങ്ങളായി തെളിയുന്നു ആറന്മുള ക്ഷേത്രത്തിനകത്ത്. അവിടെ തൊഴാൻ ചെല്ലുമ്പോൾ തൈല വിളക്കുകളുടെ പ്രകാശം, ചന്ദനത്തിൻ്റെ സുഗന്ധം, ചെണ്ടമേളത്തിൻ്റെ അലയൊലികൾ ഇവയെല്ലാം ചേർന്നപ്പോൾ ഒരു ക്ഷേത്രത്തിനകത്ത് വെറുതെ ഒരു മനുഷ്യൻ കടക്കുകയല്ല, ഒരു കാലഘട്ടത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. പക്ഷേ ആറന്മുളയുടെ കഥ അവിടെ അവസാനിക്കുന്നില്ല. അത് മറ്റൊരു മഹാദൈവിക യാത്രയുടെ ഹൃദയമാണ്. പന്തളം പാലസ് മുതൽ ശ്രീ ശബരിമല അയ്യപ്പ ടെമ്പിൾ വരെ നീളുന്ന വിശുദ്ധ പാതയാണ്. പന്തളത്തിന്റെ മണ്ണിൽ വളർന്ന മണികണ്ഠൻ, അയ്യപ്പനായി ലോകം ആരാധിച്ച ദൈവം. ഓരോ മണ്ഡലകാലവും എത്തുമ്പോഴും പന്തളത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു ദിവ്യയാത്ര, തിരുവാഭരണ ഘോഷയാത്ര. ആയിരങ്ങൾ സ്വാമിയെ ശരണമയ്യപ്പ എന്നും ദീപങ്ങളാൽ തെളിഞ്ഞ വഴികളിലൂടെ ആ പുണ്യയാത്ര ആറന്മുളയിലെത്തുന്നു. അവിടെ കൃഷ്ണനും അയ്യപ്പനും തമ്മിലുള്ള ആത്മീയ ബന്ധം പോലെ ഭക്തിയും വിശ്വാസവും ഒന്നാകുന്നു. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വിശ്വാസികളെത്തുന്ന ഒരു പുണ്യഭൂമിയാണ് പത്തനംതിട്ടയിലെ ശബരിമല. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പെട്രോൾ അടിച്ചു. ഇനിയിപ്പം മുമ്പോട്ട് നീങ്ങാണ്. ഈ പോകുന്ന വഴിക്കൊക്കെ ക്ഷേത്രങ്ങളുണ്ട്. ഈ വഴിയെല്ലാം അയ്യപ്പന്മാർ പോകുന്ന വഴികളാണ് കേട്ടോ. ഓരോരോ നാടുകൾ കടന്നാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഞങ്ങളിവിടെ കരകൾ എന്നാണ് പറയുന്നത്. ഓരോ കരകൾക്കും ഓരോ വള്ളം വെച്ച് കാണും. ഈ പമ്പാ നദിയുടെ തീരത്ത് കിടക്കുന്ന എല്ലാ നാട്ടിലും ഓരോ വള്ളം കാണും. ആറന്മുളയുടെ പൈതൃകമായ ആറന്മുള വള്ളംകളി വളരെ പ്രസിദ്ധമാണ്. റാന്നി റോഡിലേക്ക് കയറിയ കാണാനുള്ള. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് പത്തനംതിട്ട പോകാം. നമ്മളിപ്പോൾ പോകുന്നത് റാന്നി എരുമേലി റൂട്ടാണ് പോകുന്നത്.